ബീവി അല്ലെ തെർത്താത്ത, ഷഫീന ബീവി അല്ലെ തെർത്താത്ത, തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക് തെർത്താത്ത. ഓക്കെ, രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ മുടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മുഖത്തെ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന്. ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നെറ്റി ഇച്ചിരി കയറുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. നമ്മുടെ ലൈഫ് ഓഫ് അനന്തു ഇല്ലേ, ആ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്, ചേട്ടൻ ചെയ്ത പോലെ ഇരുന്ന് ഞാൻ ചെയ്തതാണ്. അപ്പം എനിക്ക് കുറച്ച് എന്താ പറയുക, നീരിറങ്ങുന്നുണ്ട്, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയൊക്കെ ഇഞ്ചക്ഷനും പിന്നെ അതുപോലെ ഇവിടുന്ന് മുടിയെടുത്ത് ഫ്രണ്ടിലൊക്കെ വെക്കണ്ടേ, അത് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ. അപ്പം കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിലാണ്. ഓക്കെ, ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ എന്താ, രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടെന്നൊക്കെ ആണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഒരു വീഡിയോയില്ല. എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയുടെ എന്തെങ്കിലും മുക്കും മൂലയും വന്നിട്ട് അപ്പം തന്തയ്ക്ക് വിളിക്കാൻ വരുന്നവരോട് ഞാനൊരു കാര്യം പറയാം, തിരിച്ച് കിട്ടും. എനിക്ക് ഇന്നൊരു കമൻറ്റ് വന്നു, ഈ കമൻ്റ് അല്ലേ, എനിക്ക് പേഴ്സണലി എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നുണ്ടോ, ഒരു ചേച്ചിയാണ്. ആ ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഈ ചേച്ചി എന്താ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആലോചിച്ചു. എന്ന് വെച്ചാൽ എന്തോ ഇപ്പം ഒന്നാമത് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ. നിന്റെ തലയ്ക്ക് ക്യാൻസർ വരുമെന്ന് നീ രേണുവിനെ സപ്പോർട്ട് ചെയ്ത്. അവർക്ക് ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. മക്കളാണ് നോക്കുകയൊക്കെ ചെയ്യുന്നവരെ, ഡിവോഴ്സാണ്, മക്കളാണ് അവരെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഈ മനുഷ്യരുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോയതാ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഇതിനേക്കാൾ ഇത്രയും വലിയ കമൻറ്റുകളും ഒക്കെ വരും, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മളോട് സംസാരിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയണ്ടേ, അതുലിൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഭയങ്കര ചങ്ക. അനീഷിൻ്റെ വിഷയം വന്ന സമയത്ത് അന്നത്തെ ആക്സിഡൻറ്റ് ഇനി അങ്ങ് തൊലഞ്ഞു പോയാൽ പോരായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ കാര്യത്തിൽ അവൻ നിരപരാധിയാണ്. ആ കാര്യത്തിലും അവൻ നിരപരാധിയാണ്. അവൾക്ക് കുറച്ച് കുറ്റബോധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ എന്തൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് ഞാനങ്ങ് ചാർജായി. പറഞ്ഞുകൊണ്ട് സോറിയടാ, ഇനി ഏറ്റവും വലിയ മോട്ടിവേഷൻ ആണല്ലോ നീ എന്നും പറഞ്ഞിട്ട് ഞാൻ ഓണാക്കി. അപ്പം ഞാൻ ആലോചിക്കും ഇങ്ങനെയും അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ആര് കോണ്ടാക്ട് ചെയ്യാലും മീൻസ് ആരൊക്കെ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കും. മിണ്ടാതിരിക്കുക, നമ്മുടെ കാര്യം നോക്കുക, വീഡിയോ പറയാൻ പോവുക, ആരോടും സൗഹൃദമോ ഒന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ചിലവരൊക്കെ എടാ നിനക്ക് ജാടയാണോ, ഫോളോവേഴ്സൊക്കെ ഉണ്ടോണ്ടെന്നൊക്കെ പണ്ടൊക്കെ ഓരോരുത്തന്മാരൊക്കെ പറയുമായിരുന്നു. എൻ്റെ അടുത്തല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ അങ്ങനല്ല, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ഓക്കെ, എന്നാലും നമുക്ക് രേണുവിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വരാം. ലൈക്ക് കൊടുക്കുക, ഹൈപ്പ് കൊടുക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. രേണു സുധിയുടെ ഞാൻ ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു കാര്യത്തിലും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഷഫീന ബീവിയെയും സപ്പോർട്ട് ചെയ്യത്തില്ല. കിച്ചുവിൻ്റെ ഭാഗത്തുമൊക്കെ അവൻ സാഹചര്യങ്ങൾ, പക്ഷെ അവൻ്റെ ഭാഗത്തും കുറെ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ വന്ന് എനിക്ക് നല്ല വിഷമമായത്. പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെൻ്റെ മനസ്സിൽ ഇരുന്നോളൂ, ഞാനതിപ്പോൾ പറയുന്നില്ല. എനിക്കെല്ലാം അറിയാം, എനിക്ക് A to Z കാര്യങ്ങളറിയാം, അതുലിനും അറിയാം. ഇത് നമ്മളത് പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു വിഷയം വെച്ച് കിച്ചുവിൻ്റെ ഇത് വെച്ചിട്ട് ഇവിടെ കൊല ചെയ്യാൻ വേണമെങ്കിൽ അറിയാം. അപ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടും, റീച്ച് കിട്ടും, എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റ് ആയിട്ട് ആൾക്കാർ ഇരുന്ന് കാണും, അതുകൊണ്ടൊക്കെ ആക്കാൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എന്താ പറയണ്ട, നമുക്കൊരിതുണ്ട്. അതിലോട്ടൊന്നും വരുന്നില്ല. എന്തായാലും രേണു സുധി പറയുന്നൊന്ന് കേൾക്കട്ടെ. ഈ തീർത്ഥാടനെ കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക. കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേര് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. ഒരു കാര്യം ഞാൻ പറയാം, വിഷം
കാരണം ഞാൻ അതൊക്കെ വിട്ട കേസായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞതാ, ആ കൊച്ചു ചെറുക്കനെ കൊണ്ട് ആരാണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിന് എന്റെ അതുലിന്റെ പേരെടുത്തിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി, തമ്മിലടിപ്പിക്കാൻ നോക്കി. ഇതുപോലെയുള്ള പല കേസുമായിട്ട് ആ കളവിയെ കുറിച്ച് എനിക്കറിയാം, എനിക്കും അറിയാം, അതുലിനും അറിയാം. സത്യമാണ്. പിന്നെ രേണു, നീ അനുഭവിക്കണോടി, നീ അനുഭവിക്കണം. നിനക്ക് ഇത് തന്നെ വേണം. പറഞ്ഞു മനസ്സിലായോ? കാണിച്ചു കൂട്ടിയ ഓരോ തോന്നിയ മാസത്തിനും ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലെ ഓരോരുത്തന്മാരെ മീഡിയക്കാരെ കൊണ്ട് മുന്നിലിട്ട് വന്നിട്ട് നീ തന്നെ നിന്റെ കുഴി തോണ്ടിയതാ. പിന്നെ നീ സുധിച്ചേട്ടൻ സേനു സുധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എയർപോർട്ടിൽ ഞാൻ കണ്ടു വെച്ച് ഇവിടെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം ചോദിച്ച സമയത്ത് ഇവിടെ പറയുകയും ചെയ്ത് എന്താ എൻ്റെ സുധിച്ചേട്ടൻ വായിലുണ്ട്, ആ സംഭവം വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവള് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു സുഹൃത്തുണ്ട്, ആ വ്യക്തിയായിട്ട് ഇച്ചിരി ഇതായിട്ട് പോവുക എന്നുള്ള രീതി ഇവള് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്തിനാ സുധിയുടെ പേര് എടുത്തില്ലെന്ന് ഞാൻ അറിയാൻ മേത്തോണ്ട് പോയിക്കുക. ഇതാണ് ഏറ്റവും വലിയ ആൾക്കാർക്ക് പിടിക്കാത്തൊരു കാര്യം. ഈ സുധി ഇങ്ങനെ പറഞ്ഞാണ് അവസാനം നിന്നെ ആൾക്കാർ വെറുത്തു തുടങ്ങിയത്. പിന്നെ നിന്റെ ഓരോ കള്ളങ്ങളും. നീ ഇപ്പൊ ഓക്കെ, നിന്റെ ഭാഗത്ത് ഒരു ശരി ഉണ്ടെന്ന് വെച്ചോ. നിന്റെ ഭാഗത്ത് ഒരു ശരി ഉണ്ടെന്ന് വെച്ചാൽ പോലും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം അതിനുള്ള മുമ്പ് നീ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഈ തെറുത്താത്തെ പോലുള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നിന്റെയൊക്കെ കുടുംബത്തിൽ കയറി ഇതിൽ കൂടുതൽ ഒന്നാമത് തന്നെ ഒരു പോയി കിടക്കുന്ന ഒരു ഫാമിലിയാണ്, ആ ഒരു അവസ്ഥയാണ്. ഇതും കൂടെ കയറി പറ്റിയാൽ തീർന്നു. ഇവർക്ക് വേണ്ട എന്താണെന്ന് പറയാം, ഞാൻ പറഞ്ഞുതരാം. രേണു സുധി ഇച്ചു കുടുംബത്തിന് എല്ലാവരും കൂടെ ഷഫീനയുടെ നേതൃത്വത്തിലെല്ലാം സെറ്റാക്കി കൊടുത്തു. അതാണ് അവർക്ക് ആവശ്യം. അതിനുശേഷം ഒരു യൂട്യൂബേഴ്സും ഈ പറയുന്ന രേണു സുധി കോണ്ടന്റ് എടുപ്പിക്കത്തില്ല എന്നാണ് ഷഫീന ബീബി പറയുന്നത്. ഷഫീന ബീബിയുടെ അണ്ടറിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ കാണുമായിരിക്കും, നമ്മളെ അതിന് കിട്ടത്തില്ല, അത് വേറെ കാര്യങ്ങൾ. ഷഫീനയുടെ കുറെ പ്ലാനിങ് ഒക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുഭവിക്കും. നിന്റെ ഇതിന് വീഴുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താണ്? ആടി പെട്ടിക്കകത്ത് ഞാൻ 2 ദിവസം മുമ്പ് നീ കിടന്ന് മൂങ്ങിയതൊക്കെ ആരും മറന്നിട്ടില്ല. ഈ ഡയലോഗോടി അല്ലാതെ പ്രവർത്തിച്ച് കാണിക്കുക. നീ ആണാണെങ്കിൽ നീ ഇതില് ആണും വിടും. നീ സുധിയുടെ ഭാര്യയാണെങ്കിൽ നീ ചെയ്ത് കാണിക്കും. അന്തസ്സുണ്ട് അല്ലേ? എല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നീ ഇപ്പം എന്തായാലും വന്നിട്ട് നീ കാണിച്ചതാ. അപ്പൊ ഞങ്ങൾ അംഗീകരിക്കുക. അതെങ്ങനെയും ചെയ്യും. അങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുകൊടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? ബോധിപ്പിക്കണേ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്, മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചത്. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്ക് കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തെല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച്, മക്കളെ തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ല. ഒരിക്കലും നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുധിക്ക് പറയാനില്ല. നാശം പിടിച്ചോ. ഓക്കെ, അപ്പം സുധി ചേച്ചി സുധിയുടെ ഭാര്യ രേണു പറയുന്നതെല്ലാം കേട്ടല്ലോ. ചെയ്ത് കാണിക്ക്. നാട്ടിൽ വന്നിട്ട് നീ ചോക്ലേറ്റ് മുട്ടായി ഒക്കെ ഇട്ട് വാ, എന്നിട്ട് കാണിക്ക്. ഇനി ഫിറോസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വെക്കാം. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു തന്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞു ഇല്ലല്ലോ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എന്റെ കാര്യത്തിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതല്? നീ ഓരോരുത്തർക്ക് പൈസ കൊണ്ട് ഇറക്കുമായിരുന്നല്ലോ. പിന്നെ നീ തന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ഫിറോസിനോട് നന്ദി പറഞ്ഞു, ഒരുപാട് നന്ദി, അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ. ഒരു കാര്യം ഞാൻ രേണുവിനോട് തുറന്നു പറയാം. ഓരോരുത്തരും ഓരോ സഹായം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോ ചില നാറിയുണ്ട്, പല തന്തയൊക്കെ പറഞ്ഞ ചില ആൾക്കാരുടെ സംസാരിക്കരുത് മേലെ വന്നിട്ട്.
എല്ലാം നമ്മൾ ആത്മാർത്ഥമുള്ള ഒരു കാര്യം ചെയ്തെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പറയും ഞാൻ പറഞ്ഞു പോകുന്ന ഒരു സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പല നന്ദിയുടെ സ്വഭാവമാണ്. പിന്നെ ഫിറോസ് രേണു കഴിഞ്ഞ വട്ടം ഞാനും ചില കാര്യങ്ങളൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞതിന് ശേഷം ഫിറോസ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഫിറോസ് വീണ്ടും വന്നിട്ടുണ്ട്. എന്താ രേണു ഫിറോസിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ രേണുവിന്? അറിയാൻ പറ്റോട്ട് ഞാൻ ചോദിക്കുക. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരു സംശയം. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് രേണു ഇടയ്ക്കിട്ടൊരു ഡോസ് കൊടുക്കുമ്പോൾ പിന്നെ ഫിറോസിനെ കാണത്തില്ല. പിന്നെ രേണു ഭസ്മമായി കഴിയുമ്പോഴായിരിക്കും ഫിറോസ് പിന്നെ മുങ്ങി വരുമ്പോൾ രേണു എന്തെങ്കിലും പിന്നെ 2 ഡോസ് കൊടുക്കാറുണ്ട്. തപ്പിപ്പോണ്ടിരിക്കുന്നു. എനിക്കുകൊണ്ട് പറയാൻ ഇനി മനസ്സിലായോ? എനിക്കുകൊണ്ട് പറയാൻ തന്നെ പറഞ്ഞ എന്റെ കരച്ചില് നാടകീയതയാണെന്നല്ലേ? കൊള്ളാം, എന്റെ കരച്ചില് നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എന്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടത്. തന്നോട് മാത്രമുള്ള വാണിംഗ് ഫിറോസ് KHDCയോട്. ഈ ഒരു വാണിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ ഒരു വാണിംഗ് ഇത് പലവട്ടം ഫിറോസിന് കൊടുക്കുന്നുണ്ട്. എന്തോ ഉണ്ടല്ലോ ഫിറോസെ. കണ്ടറിയാം എന്തൊക്കെയാണ്. ഓരോരുത്തർ പുറത്ത് വരട്ടെ. ഞാനൊരു കാര്യം പറയാം. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ പിന്നെ 2 വെള്ളത്തിലും 3 വെള്ളത്തിലൊക്കെ കളിക്കുന്നതല്ലേ. എനിക്ക് എൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ യൂട്യൂബ് ഫീഡിലാണ് എന്നെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരൻ അതിലുണ്ട്. പിന്നെ വിവി ചേട്ടനും ഒക്കെ ഉണ്ട്. യൂഷ്വൽ സൈക്കോ അനന്തു ചേട്ടൻ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവർക്കറിയാൻ കാര്യങ്ങളൊക്കെ. എനിക്കൊരു കോൺഫിഡൻസോടെ തന്നെ ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഒറ്റ വീഡിയോ മതി. ഒറ്റ വീഡിയോ അല്ല, എല്ലാത്തിനെയും ഭസ്മമാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഭസ്മമാക്കി പോകുന്നത് പിന്നെ വേണ്ട, ഇട്ടുകളയാ. കുറെ പകൽമാന്യന്മാർ വന്നിരിക്കുന്നു.